ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമല്ലേ? ഞാനും ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുവാണേ. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഓടി വന്നത്. ഇപ്പം ഇന്ന് തുലാമാസം 1-ാം തീയതി അല്ലേ? എല്ലാവരും അമ്പലത്തിലൊക്കെ പോയവർ പോയി, ശനിയാഴ്ച കണ്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോകേണ്ടവരൊക്കെ പോയിട്ടൊക്കെ ഇരിക്കുമല്ലേ? അപ്പം നമുക്കിന്നൊരു കാര്യം ചെയ്യാം. നമ്മൾ പല രീതിയിൽ നമ്മുടെ ഭാഗ്യങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയത്തെക്കാളേറെ ഉപരി 2 ഇരട്ടിക്കല്ല 10 ഇരട്ടിക്ക് ഭാഗ്യം ലഭിച്ചവരുമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. എന്നും ഒരേ മെത്തേഡ് തന്നെയാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നേ കൈവിരലിൽ ഭാഗ്യ നമ്പർ എഴുതും, അല്ലെങ്കിൽ ഉള്ളം കൈക്കകത്തെ രേഖ നോക്കും, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ എഴുതി വയ്ക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഓരോരോ രീതിയിൽ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്കും ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണിത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ എത്ര എണ്ണസംഖ്യകളുണ്ട്? ഇപ്പം 4 പേരെ നമ്മുടെ വീട്ടിലുള്ളെങ്കിൽ അതിലെ ഒരാളെ ഒഴിവാക്കണം. 3 ആളുടെ പേരെ എടുക്കാവുള്ളൂ. അപ്പം ഒന്നെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ മക്കള്, ഇവരുടെ 3 പേരുടെ പേരെ എടുക്കാവുള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമേ അച്ഛൻ്റെ പേരാണ്. അച്ഛൻ്റെ പേര് ഇപ്പം എന്താ പറയുക, നല്ലൊരു പേര്, കിഷോർ എന്നാണ് അച്ഛൻ്റെ പേരെങ്കിൽ ആദ്യമേ പേര് കിഷോർ എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് കിഷോറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. അത് കഴിഞ്ഞിട്ട് കിഷോറിന് എന്ത് കാര്യമാണോ സാധിക്കാനുള്ള, ഇപ്പോൾ ഒരു വണ്ടി മേടിക്കണം, ആ ഒരു കാര്യം ഇതുപോലെ ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാവേ. ഇതുപോലെ ഒരു ചെറിയ തുണ്ടു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ തന്നെ എഴുതണം നിങ്ങൾ. ഇപ്പം ഇതിലിപ്പം ഞാൻ വിഷ്ണുവിൻ്റെ പേരായി എഴുതിയേക്കുന്നത്. ഇത് കണ്ടോ, വിഷ്ണു ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടുണ്ട്. അവൻ്റെ ആഗ്രഹം അവൻ എഴുതിയേക്കുന്നത് ഒരു കാറ് മേടിക്കണം എന്നുള്ളതാണ് അവൻ ആഗ്രഹം എഴുതിയേക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലിപ്പോൾ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും എഴുതാൻ പറ്റും കേട്ടോ. 6 പേരാണെങ്കിൽ ഒരാളെ ഒഴിവാക്കണം. ഒരിക്കലും നമ്മൾ ഇരട്ട സംഖ്യ ഇടരുത് എഴുതി. ഇപ്പം 3 പേരുണ്ടെങ്കിൽ 3 പേരുടെ ഇടാം. 2 പേരെ ഉള്ളെങ്കിൽ ഒരാളുടെ മാത്രം എഴുതിയാൽ മതി. പക്ഷെ ഒരാളുടെ മാത്രം എഴുതുമ്പോൾ നമുക്ക് കുറി കുലുക്കിയിട്ടിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരാളുടെ മാത്രം എഴുതിയിടുന്ന കൂട്ടത്തിൽ നമ്മൾ മനസ്സിൽ വേറെ ആരുടെയെങ്കിലും കറക്റ്റ് പേരും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ 2 പേരുടെയും കൂടെ കൂട്ടി എഴുതി 3 ആക്കിയിട്ട് കുലുക്കിയിട്ടിട്ട് നമ്മൾ എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും. അപ്പോൾ അന്യ വീട്ടുകാരുടെ ഒന്നും പോയി എഴുതിയേക്കരുത് കേട്ടോ. നമ്മുടെ റിലേറ്റീവിൻ്റെ ആരുടെയെങ്കിലും കാര്യമേ പേരെ എഴുതാവുള്ളൂ. അവരോട് വിളിച്ച് ചോദിക്കണം, ഇങ്ങനെ നിങ്ങളുടെ ഒരു ആഗ്രഹം കൂടെ ഞങ്ങളൊന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അവരുടെ ആഗ്രഹം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ അകത്തൊന്ന് കുലുക്കിയിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ തന്നെ ആയിരിക്കും കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യത്തിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാനൊരു 13 നാളുകാർക്ക് ഭയങ്കര നല്ല സമയമാണ്, അവർക്ക് ശുക്രദശയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെല്ലാവരും നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്, നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം ഇനി നമുക്ക് പേപ്പർ ഒന്ന് ചുരുട്ടിയെടുക്കാവേ. അപ്പം ഇങ്ങനെ ഓരോ പേപ്പറും ഇതുണ്ടാ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഞങ്ങൾ ഇവിടെ 5 പേരുടെ പേരാണ് എഴുതിയേക്കുന്നത്. എൻ്റെ പേര്, വിഷ്ണുവിൻ്റെ, പെങ്കൊച്ചിൻ്റെ, മണിക്കൂട്ടൻ്റെ, അമ്മച്ചിയുടെ, ഇത്രയും പേരുടെ പേരാണ്. ഞങ്ങൾ 6 പേരുണ്ട്, 1 ഒഴിവാക്കി. അപ്പോൾ പഴയത് ഒഴിവാക്കി, ബാക്കി ഞങ്ങൾ 5 പേരുടേത് ഇപ്പോൾ എഴുതിയേക്കുന്നത്. 5 പേരുടെ ആഗ്രഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നത്, കുറി കുലുക്കി എടുക്കുന്നത്. ചിലപ്പം ചിലരുണ്ടല്ലോ കുറിക്കൊക്കെ ചിലപ്പോൾ അടയാളം ഇടും. ചില കുറി ചിലപ്പം വലുതാക്കി ചുരുട്ടിയിടും, ചിലത് ചെറുതാക്കി ഇടും. എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം ചില സ്ഥലത്തൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ ചിട്ടിക്കൊക്കെ ഉണ്ടല്ലോ കുറി കുലുക്കി ഇടത്തില്ലേ, അപ്പോൾ ഉണ്ടല്ലോ ചിലർ ഇങ്ങനെ കറക്റ്റ് എന്തെങ്കിലും ഒരു അടയാളം വെച്ചിട്ട് അത് തന്നെ പോയി. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു കള്ളത്തരം നമ്മൾ കാണിക്കരുത്. കള്ളത്തരം കാണിച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഫലവും ഉണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം മണിക്കൂറിന് എൻ്റെ കണ്ണ് കെട്ടിയിരിക്കും. അപ്പം നിങ്ങളും ഇതുപോലെ കണ്ണ് കെട്ടിയിട്ട് മാത്രമേ കുറി എടുക്കാവുള്ളൂ. അപ്പം വലുപ്പത്തിലോ ചെറുപ്പത്തിലോ എങ്ങനെ വേണമെങ്കിലും ആരെങ്ങനെ വേണമെങ്കിലും കുറി ഇട്ടോട്ടെ, അപ്പം കുഴപ്പമില്ലല്ലോ. അപ്പം മണിക്കൂട്ടാ കുറി കണ്ണ് കെട്ടിക്കേ. എന്നാ കുറി കുലുക്കി കേട്ടോ. ഈ പേപ്പറിലോട്ട് കുറി കുലുക്കി ഇടണേ. അവരിപ്പോൾ ഒന്ന് എടുത്തോ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, മണിക്കൂട്ടൻ കുറി കുലുക്കി ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് 1 എണ്ണം ഞാൻ എടുക്കാൻ പോവുകയാണേ. ഇതേ നീ കെട്ട് മാറ്റിക്കേ, കെട്ടഴിച്ചേ. ദൈവമേ, എൻ്റെ ആഗ്രഹമായിരിക്കണേ നടക്കാൻ പോകുന്നത്. എൻ്റെ ഈശ്വര, എൻ്റെ അമ്മച്ചിയുടെ ഒരാഗ്രഹമാണ്. ഇത് കണ്ടോ, കറക്റ്റ് ഇതേ തങ്കമ്മ. എൻ്റെ അമ്മച്ചിക്ക് സുഖമില്ലാതിരിക്കുമല്ലേ,
എൻ്റെ അമ്മച്ചിയുടെ ആഗ്രഹമാണിത്. കാരണം എൻ്റെ മൂത്ത ചേച്ചിക്ക് സ്ഥലം കിടക്കുവാണ്. അവര് തറവാട്ടിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ ഒരു വീട് വെച്ച് കാണണമെന്ന് എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അമ്മ എപ്പോഴും പറയും, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കൊച്ചൊരു സ്വന്തമായിട്ടൊരു വീട് വെച്ച് കിടക്കുന്ന എനിക്ക് കണ്ടിട്ട് പോകാൻ പറ്റണം. സ്ഥലം കിടപ്പുണ്ട്, ഇതുവരെയും വീട് വെച്ചിട്ടില്ല. അവർ കുടുംബത്തിൽ നിന്ന് ഒത്തിരി നാളായില്ല മാറി താമസിച്ചിട്ട്. അപ്പൊ ഞാൻ അമ്മച്ചിയുടെ ആ ഒരാഗ്രഹവും ഞാൻ എഴുതിയിട്ടിരുന്നു. മറ്റുള്ള ആഗ്രഹത്തിലൊക്കെ എത്രയോ നല്ല ആഗ്രഹം എൻ്റെ അമ്മച്ചിയുടെ ആഗ്രഹം. അപ്പൊ നമ്മൾ ഓരോരുത്തരും എഴുതിയ ആഗ്രഹം ഏതാന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പം പലരും ഞങ്ങൾ 5 പേരും 5 ആഗ്രഹങ്ങളായിരുന്നു എഴുതിയിട്ടത്. മണിക്കുട്ടൻ വാച്ച് വേണം, വിഷ്ണു കാറ് വേണം, താത്തു പുറത്തോട്ട് ജോലിക്ക് പോകണം. എൻ്റെ ആഗ്രഹം ഞാൻ ഓർത്തത് എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബർ ആകണമെന്നായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തത് നിങ്ങളോട് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇതുപോലെ കണ്ണു കെട്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിൽ എഴുതിയിട്ട് ഇതുപോലെ തന്നെ എടുക്കുകയാണ്. അപ്പൊ ഇന്ന് തുലാമാസം 1-ാം തീയതിയാണ്. അപ്പൊ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നവർ ഇന്നിടുക, അല്ലെങ്കിൽ തുലാമാസം 5-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇത് ഇട്ടിരിക്കണം. കാരണം തുലാം 23-നുള്ളിൽ ഇത് നടക്കേണ്ട കാര്യങ്ങളാണ്. ഉറപ്പായിട്ടും ഈ തുലാമാസം തീർന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ആഗ്രഹം ഇതുപോലെ കുലുക്കി ഇട്ടിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്താൽ ആ ആഗ്രഹമുണ്ടല്ലോ നമുക്ക് ഉറപ്പായിട്ടും നടന്നിരിക്കും. അതായത് നമുക്കിതിൻ്റെ അകത്തൊരു കള്ളത്തരോ ചതിയോ ഒന്നുമില്ല. ഇത് എൻ്റെ അമ്മച്ചിയുടെ ഒരാഗ്രഹമാണ്. അപ്പം ഈ ഒരാഗ്രഹം നടക്കൂ എന്ന് പറയാൻ എനിക്കൊരു കാര്യം കൂടെ ഉണ്ട്. ചേച്ചിയുടെ മോൻ പുറത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ എൻ്റെ ഈ സ്ഥലത്ത് തന്നെ, അതായത് ഈ ചേർത്തലയിൽ തന്നെ അവർ വീട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇന്നിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു വീട് പോയി കണ്ടിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു. നാളെ അതിൻ്റെ തീരുമാനം അറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ സത്യസന്ധമായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഇതൊരു കള്ളത്തരം പറയുന്നില്ല. കാരണം എൻ്റെ ഈ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ അറിയാം അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ വീട് നോക്കിക്കൊണ്ടിരിക്കുവാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ അയൽവക്കത്തുള്ളവരും എൻ്റെ തൊട്ടടുത്തുള്ളവരും എല്ലാം ഈ വീഡിയോ കാണുന്നതല്ലേ. അപ്പം അതിൻ്റെ അകത്തെ സത്യസന്ധത നിങ്ങൾക്കും മനസ്സിലായല്ലോ. സ്വപ്നത്തിൽ അപ്പം നിങ്ങൾ ഓർക്കും എല്ലാം ഒരു പേര് തന്നെയാണോ ചേച്ചി എഴുതിയിട്ടിട്ട് ഈ വാചകം പറയുന്നതെന്ന് ഓർക്കും. ഇതാണ്ട് അല്ല, ഇത് കണ്ടോ, ഇത് വിഷ്ണു, ഇത് കണ്ടോ രജനി 1 മില്യൺ സബ്സ്ക്രൈബർ കണ്ട രജനിയുടെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഓരോരുത്തരുടേതും ഇത്ര ഞങ്ങൾ 5 പേരുടെ ആകട്ടെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹം ഓർത്തിട്ട് ഒന്ന് എഴുതിയിട്ട് വെച്ചിട്ട് ഞാൻ ഈ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഈ തുലാമാസം തീർന്നതിന് മുമ്പ് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടന്നിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ അത്യാവശ്യമായിട്ട് നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞു തരാൻ മറന്നു പോയെന്ന്. ഇത് എഴുതുന്നത് വെള്ള വൈറ്റ് പേപ്പറിൽ എഴുതാവുള്ളൂ, അല്ലാതെ വരയിട്ട പേപ്പറിൽ കൂടെ ഒന്നും എഴുതരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒന്നേ ചുമന്ന മഷി അല്ലെ പച്ച മഷി, ഇതിലേതെങ്കിലും ഒന്നുകൊണ്ടേ എഴുതാവുള്ളൂ. ഇത് ഞാൻ പറയാൻ മറന്നു പോയായിരുന്നു. എന്നിട്ട് പിന്നെ വീഡിയോ പിടിച്ചു കഴിഞ്ഞ് രണ്ടാമത് ചെയ്തതാണ് കേട്ടോ ഇത്. അല്ല പിന്നെ നിങ്ങൾക്ക് സംശയം വരത്തില്ലേ, ഇഷ്ടമുള്ള ഏതെങ്കിലും പേന കൊണ്ടോ അല്ലെ വരയുള്ള പേപ്പർ കൊണ്ടല്ലേ നിങ്ങൾ എഴുതത്തുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും ഓർത്തോണേ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കേ.